പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസ് സപ്പോർട്ടും ആത്മവിശ്വാസം മറ്റുള്ളവരെ പിന്തുണയ്ക്കുന്നതിലൂടെ എത്രത്തോളം നമുക്ക് ഉയർത്താൻ സാധിക്കും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സെൽഫ് കോൺഫിഡൻസിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി ആവർത്തിക്കുകയാണ് ചെയ്യുക. മനുഷ്യനൊരു സമൂഹജീവിയാണ്. സമൂഹമില്ലാതെ അവന് ജീവിക്കാനായിട്ട് സാധിക്കില്ല. സമൂഹമില്ലാത്തിടത്തെല്ലാം അവൻ ഒറ്റപ്പെടുകയും ചെയ്യും. നമുക്കറിയാം, കാട്ടിൽ വസിച്ചിരുന്ന ജനങ്ങളാണ് നമ്മുടെ പൂർവികർ. അവർ ഒരു സമൂഹമായിരുന്നു. അവർക്ക് മറ്റല്ലാതെ ഒന്നുമില്ല. അവർ ഒരുമിച്ച് ആയിരിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ഇര തേടുന്നു, ഒരുമിച്ച് പാകം ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കാടുകൾ വെട്ടിത്തെളിക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമങ്ങൾ വന്നു, വില്ലേജുകൾ വന്നു, പട്ടണങ്ങൾ വന്നു. ഇങ്ങനെ ഓരോ വളർച്ച ഏറിയേറി വരും തോറും അവരിലുള്ള ആ സമൂഹം ഒറ്റക്കെട്ടെന്നുള്ളത് അകലം പാലിച്ചുകൊണ്ടേയിരുന്നു. തൽഫലമായിട്ട് ഇന്നും കുടുംബങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു ചേരുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു ചേരുന്നുണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എല്ലാവരും ഒരുമിച്ച് ചേരുന്നുണ്ട്. പക്ഷേ അതിന് ഒരു ലക്ഷ്യമുണ്ട്. സ്വാർത്ഥമായിട്ടുള്ള നേട്ടങ്ങളെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കുടുംബത്തെ ഒരുമിച്ച് കൂടുമ്പോൾ ആ സമൂഹ ടുഗെദർനെസ്സിന് വേണ്ടിയല്ല. അങ്ങനൊരു അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചു കഴിഞ്ഞു. ഇപ്പം ആധുനികത എന്ത് നഷ്ടപ്പെടുത്തി? മാനവികത നഷ്ടപ്പെടുത്തി. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. കുടുംബത്തിൽ ചെന്നാലും, ജോലി സ്ഥലങ്ങളിൽ ചെന്നാലും, സൊസൈറ്റിയിൽ ചെന്നാലും അവൻ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് സൈക്കാട്രിക് മനഃശാസ്ത്രപരമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. അല്ലെങ്കിൽ മനുഷ്യൻ ലോൺലിനെസ്സിനെ അന്വേഷിച്ചു പോവുകയാണ്. എവിടെയെങ്കിലും ഒരു മുറി കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ടോ? മനുഷ്യനെല്ലാം ഉണ്ട്, പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം, ഒരു പിന്തുണ, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അഭിരുചിയുണ്ട്, ചോയ്സസ്. ഈ അഭിരുചിക്കനുസരിച്ച് നമുക്ക് അഭിരുചികളെ കണ്ടെത്താനായിട്ട് സാധിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ സ്റ്റൈലനുസരിച്ച് എനിക്കൊരു സുഹൃത്തിനെ കണ്ടെത്താനായിട്ട് സാധിക്കുമ്പോഴാണ് എനിക്ക് സമൂഹത്തിൽ എനിക്കൊരു വിലയും നിലയും ഒക്കെ ഉണ്ടാവുക. എന്നെ കേൾക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എനിക്ക് വേണ്ടി മെസ്സേജുകൾ ഇടുന്ന, ഇതാണ് എൻ്റെ ആത്മവിശ്വാസം എന്നിൽ ഉയർത്തുക. ഇപ്പോൾ കുടുംബത്തിൽ ചെന്നാൽ മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ടൊരു ലക്ഷ്യമുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളെ കൊണ്ടൊരു ലക്ഷ്യമുണ്ട്. ജോലി സ്ഥലത്ത് ചെന്നാൽ ആ ഓഫീസിന് അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഈ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ഒരു സൊസൈറ്റിയിൽ ചെന്നാൽ ആ സൊസൈറ്റിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കൊരു ലക്ഷ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ആ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായതുപോലുള്ള ആ സൗഹൃദം, ആ പങ്കുവയ്ക്കൽ, ആ ടുഗെദർനെസ് ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാവരും എന്ന് പറയുമ്പോൾ നമുക്ക് ലോകത്തുള്ള 830 കോടി ജനങ്ങളും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ എല്ലാവരും സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വാർത്ഥതയുടെയൊക്കെ ലക്ഷ്യം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന ആ സന്തോഷം, ആ സമാധാനം, ആ എൻജോയ്മെൻറ്റ്, ഇതില്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യന് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുള്ള കാലഘട്ടമാണ്. ഒരുപക്ഷെ ഞാൻ അനുഗ്രഹീതനായിരിക്കാം, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അനുഗ്രഹീതരായിരിക്കാം. എന്നാൽ നമ്മളെപ്പോലെ അനുഗ്രഹീതരായിട്ടുള്ള, ബ്ലെസ്സഡ് ആയിട്ടുള്ളവരായിരിക്കില്ല നമ്മുടെ ചുറ്റുപാടുമുള്ളവർ. അപ്പം നമുക്ക് അവരിലേക്ക് നമ്മുടെ അനുഗ്രഹം പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് അവരുടെ ആത്മവിശ്വാസവും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുക. മനുഷ്യൻ ഒരുപാട് നിരാശ അനുഭവിക്കുന്നൊരു കാലഘട്ടമാണ്.
അപ്പം ഞാൻ കൗൺസിലർ ആയതുകൊണ്ട് ഒരുപാട് പേര് നിരാശ, അതായത് പ്രത്യാശയില്ല, എന്തിനാ ജീവിക്കണേ, എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോണേ, ഇതുകൊണ്ട് എന്താണൊരു ലക്ഷ്യം, ഇതുകൊണ്ട് എന്താണൊരു നേട്ടം എന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ വളർന്നു. എന്നാൽ പഴയ കാലഘട്ടത്തെ പോലെയാണോ? ദാരിദ്ര്യമുണ്ടോ? ഭവനമില്ലാത്ത അവസ്ഥയുണ്ടോ? തൊഴിലില്ലാത്ത അവസ്ഥയുണ്ടോ? സാമ്പത്തിക ഭദ്രതയില്ലാത്ത അവസ്ഥയുണ്ടോ? ഒന്ന് ജനറലായിട്ട് എടുത്താൽ. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യനാഗ്രഹിക്കുന്ന ആ സാറ്റിസ്ഫാക്ഷൻ, ആ സംതൃപ്തി ഇന്ന് മനുഷ്യന് ലഭിക്കുന്നില്ല. നമ്മൾക്ക് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇല്ലേ, ക്ലബ്ബുകളില്ലേ, സൊസൈറ്റിയിൽ വിവിധ സമൂഹങ്ങളില്ലേ. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ഏകാന്തതയുടെ അവസ്ഥ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ അവസ്ഥ എങ്ങനെയാണ് സംജാതമായത്? ഇതിനെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിന് ഏറ്റവും വലുത് എൻ്റെ അഭിരുചി. ഒരു പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിച്ചതാണ്, എൻ്റെ ചോയ്സ് അനുസരിച്ചുള്ള ഒരു വിഭാഗത്തെ ഞാൻ കണ്ടെത്താം. എനിക്കൊരു സുഹൃത്തിനെ കണ്ടെത്താനായിട്ട് സാധിച്ചാൽ, ആ സുഹൃത്ത് എന്നെ മനസ്സിലാക്കിയാൽ, ഞങ്ങൾക്ക് തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഭദ്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ അത് തന്നെയാണ്. നമ്മൾ അന്വേഷിക്കുന്നവരെ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നെല്ലാവരും കുറേ പേരെങ്കിലും മദ്യപാനത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക്, അതുപോലെ വ്യഭിചാരത്തിലേക്കൊക്കെ വഴിതെറ്റി പോകുന്നതാണ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഈ സന്തോഷം ലഭിക്കാതെ വരുമ്പോൾ അവരതെല്ലാം പരീക്ഷിച്ച് നോക്കുന്നതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിലുള്ള സന്തോഷം. അത് മനുഷ്യൻ സമൂഹജീവിയായതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ ഒരുമയിലൂടെയാണ് അവന് ലഭിക്കുകയുള്ളൂ. ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന സേവന മനസ്ഥിതി, ആ സ്പോണ്ടേനിയസ് ആയിട്ട് ആരെയും നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന അവസ്ഥയുണ്ടോ? എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് എന്താണ്? അപരൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവനിലേക്ക് ഇറങ്ങിച്ചെല്ലുക. നമുക്കത് സാധിക്കാറുണ്ടോ? ഒന്നാമതായിട്ട് നമുക്ക് നേരമില്ല. പിന്നെ നമ്മൾക്ക് അതിലൊരു സംതൃപ്തി കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ അവിടെ ആയിരിക്കുമ്പോഴും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ ഒരവസ്ഥയിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പം നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കണമെങ്കിൽ, ഒരു ആത്മവിശ്വാസം ലഭിക്കണമെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് അളന്നു നോക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾക്ക് മറ്റുള്ളവരുടെ പിന്തുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്കറിയാം, നമുക്കുണ്ടെങ്കിലേ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ സന്തോഷം കൊടുക്കാനായിട്ട് സാധിക്കും. ദുഃഖമാണെങ്കിൽ നമ്മളായിരിക്കുമ്പോൾ ആ ദുഃഖത്തിൻ്റെ പ്രകടിപ്പിക്കലേ നമുക്ക് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ട ആ പിന്തുണകൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അതിനൊരു തിരിച്ചുപോക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമാണ്. ആ പഴയ കാലഘട്ടങ്ങളിലൂടെ ഒറ്റക്കെട്ടായിട്ട് ജീവിച്ചില്ലേ, അത് നമുക്ക് നമ്മുടെ കുടുംബത്ത് വാർത്തെടുക്കാൻ സാധിക്കില്ലേ? നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ വാർത്തെടുക്കാൻ സാധിക്കില്ലേ? നമ്മളാകുന്ന സൊസൈറ്റിയിൽ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കില്ലേ? പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം പങ്കുവയ്ക്കുന്ന, മറ്റുള്ളവൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് അറിയുന്ന അങ്ങനൊരു അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അളവ് നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചതും അതുതന്നെയാണ്. നമ്മുടെ ആത്മസംതൃപ്തി, ആത്മവിശ്വാസത്തിൻ്റെ വലിയൊരു ഘടകം അടഞ്ഞിരിക്കുന്നത്, നിലനിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സമൂഹം നമുക്ക് നൽകുന്ന സപ്പോർട്ടും നമ്മൾ സമൂഹത്തിന് നൽകുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണയിലുമാണ്. അത് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കണം. നമുക്ക് എല്ലാം ഉണ്ടായി നമുക്ക് ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ചു കൂട്ടിയിരിക്കാം. പക്ഷേ ആ സമയത്ത് നമുക്കൊരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു ചാറ്റിങ്ങിലൂടെ നമുക്ക് നമ്മുടെ സഹോദരന് ഒരു പിന്തുണ പ്രഖ്യാപിക്കുവാനായിട്ട്, എങ്ങനെ ഇരിക്കുന്നു, സുഖമാണോ, സന്തോഷമായിട്ടിരിക്കുന്നോ, എങ്ങനെ പോകുന്നു മുന്നോട്ടുള്ള ജീവിതമൊക്കെ, ഇത് ഒരുപക്ഷെ അവൻ്റെ ഏകാന്തതയിൽ അവന് ലഭിക്കുന്ന ആശ്വാസമായിരിക്കും. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന പിന്തുണ, സപ്പോർട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ളൊരു പ്രചോദനം എൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ മറ്റുള്ളവരുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് എന്നുള്ള നമ്മുടെ ഈ ഉദ്യമം വിജയത്തിൽ നിന്ന് വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആത്മവിശ്വാസത്തെക്കുറിച്ച്
എങ്ങനെ അത് വളർത്തിയെടുക്കാമെന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പിന്തുണയും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും വളരെ അത്യാവശ്യമാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എൻ്റെ ക്ലാസ് നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.